എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് 8/7/2026 അസിസ്റ്റന്റ് എഞ്ചിനീയർ സിവിൽ തസ്തികയിലേക്കുള്ള പരീക്ഷ രാവിലെ കഴിഞ്ഞു. 7 AM to 8:50 AM വരെയായിരുന്നു പരീക്ഷ. പരീക്ഷയെ സംബന്ധിച്ച് ഒരു വിശദമായ അവലോകനം പല ഉദ്യോഗാർത്ഥികളും എന്നോട് ആവശ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ ഒരു ക്ലാസ് ഞാൻ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ എൻ്റെ കട്ട് ഓഫ് മാർക്കിനെ കുറിച്ചും അതിന്റെ സ്കെയിൽ ഓഫ് പേയെ കുറിച്ചും പരീക്ഷാ വിശകലനത്തെ കുറിച്ചും അതുപോലെ തന്നെ വേക്കൻസികളെ കുറിച്ചും ഷോർട്ട് ലിസ്റ്റിനെ കുറിച്ചും എല്ലാ കാര്യങ്ങളെ കുറിച്ചും നമുക്ക് വിശദമായിട്ട് ഇന്നത്തെ ക്ലാസ്സിൽ ചർച്ച ചെയ്യാം. അസിസ്റ്റന്റ് എഞ്ചിനീയർ സിവിൽ തസ്തികയിലേക്കുള്ള പരീക്ഷ പൊതുവെ സിലബസ് ഓറിയന്റഡ് പരീക്ഷയായിട്ട് വേണം ഇന്നത്തെ പരീക്ഷയെ കണക്കാക്കാൻ. കാരണം സിലബസ് വളരെ പ്രാധാന്യം നൽകി ചെയ്ത ഒരു പരീക്ഷയായിട്ട് വേണം ഇന്നത്തെ പരീക്ഷയെ കണക്കാക്കാൻ. കാരണം ജിയോ ടെക്നിക്കൽ എഞ്ചിനീയറിന്റെ ഭാഗത്തു നിന്നുള്ള ചോദ്യങ്ങൾ ധാരാളം ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഡിസൈൻ സ്ട്രക്ചേഴ്സ്, അതുപോലെ തന്നെ ബിൽഡിംഗ് മെറ്റീരിയൽസ് ആൻഡ് കൺസ്ട്രക്ഷൻ ടെക്നോളജി, കൺസ്ട്രക്ഷൻ മാനേജ്മെന്റ്, അതുപോലെ തന്നെ ട്രാൻസ്പോർട്ടേഷൻ എഞ്ചിനീയറിംഗ് ആൻഡ് അർബൻ പ്ലാനിംഗ്, ഈ ഭാഗത്തു നിന്നൊക്കെ ധാരാളം ചോദ്യങ്ങൾ ആ കൃത്യമായിട്ടുള്ള സിലബസ് ഓറിയന്റഡ് ആയിട്ടുള്ള ചോദ്യങ്ങളെല്ലാം തന്നെ ധാരാളമായിട്ടുണ്ടായിരുന്നു. സർവേയിങ്, അതുപോലെ തന്നെ ഫ്ലൂയിഡ് മെക്കാനിക്, ഇങ്ങനെയുള്ള എല്ലാ ഭാഗങ്ങളും സിലബസ് മൊത്തം ടച്ച് ചെയ്ത് മൊത്തത്തിൽ സിലബസ് ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു പരീക്ഷയായിട്ട് വേണം ഇന്നത്തെ പരീക്ഷയെ കണക്കാക്കാൻ. കാരണം എല്ലാ ഭാഗത്തു നിന്നും ചോദ്യങ്ങൾ കൃത്യമായിട്ട് തന്നെ ആവിഷ്കരിച്ച് നടപ്പിലാക്കിയുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ആയിരുന്നു ഇന്നത്തെ പരീക്ഷയ്ക്ക് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ നല്ല നിലവാരമുള്ള ചോദ്യങ്ങളായിരുന്നു പരീക്ഷയ്ക്ക് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ പരീക്ഷ വളരെ പ്രയാസമായിട്ടാണ് പല ഉദ്യോഗാർത്ഥികളും എന്നോട് അഭിപ്രായം രേഖപ്പെടുത്തിയത്. പരീക്ഷയുടെ ചോദ്യങ്ങളെല്ലാം തന്നെ നല്ല നിലവാരമുള്ളത് കൊണ്ടും അതുപോലെ തന്നെ അത്രയധികം കുഴപ്പിക്കുന്ന രീതിയിലുള്ള ചോദ്യങ്ങളായതുകൊണ്ട് തന്നെ വളരെ പ്രയാസമായിട്ടാണ് പലപ്പോഴും പല ഉദ്യോഗാർത്ഥികളും എന്നോട് അഭിപ്രായം രേഖപ്പെടുത്തിയത്. അതുകൊണ്ട് തന്നെ മീഡിയം ലെവലിൽ നിന്ന് മുകളിലുള്ള ഒരു പരീക്ഷയായിട്ട് വേണം ഇന്നത്തെ പരീക്ഷയെ കണക്കാക്കാൻ. അതുകൊണ്ട് തന്നെ കട്ട് ഓഫ് മാർക്കിലൊക്കെ നല്ല വേരിയേഷൻ ഉണ്ടാവാനുള്ള സാധ്യത ഏറെയാണ്. ഈ പരീക്ഷയെ സംബന്ധിച്ച് എത്ര പേരാണ് പരീക്ഷ എഴുതിയത് എന്നുള്ളത് നോക്കുകയാണെങ്കിൽ 17,327 പേരാണ് കൺഫർമേഷൻ കൊടുത്ത് പരീക്ഷ എഴുതാൻ വേണ്ടിയിട്ട് തയ്യാറെടുത്തത്. എന്നാൽ 74% ഉദ്യോഗാർത്ഥികളാണ് ഹാജരായത് എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. കൃത്യമായിട്ടുള്ള വിവരങ്ങളൊക്കെ തന്നെ പുറത്തു വരുന്നതേ ഉള്ളൂ. അതുപോലെ തന്നെ ഇതിന്റെ ശമ്പള സ്കെയിൽ നോക്കിയാൽ നല്ല സ്കെയിൽ വരുന്നുണ്ട് അല്ലേ. 55,200, 115,300 ആണ് ഇതിന്റെ ശമ്പള സ്കെയിൽ വരുന്നത്. അതുപോലെ തന്നെ വേക്കൻസി നോക്കുകയാണെങ്കിൽ ആന്റിസിപ്പേറ്റഡ് വേക്കൻസിയാണ്, ഒഴിവുകൾ കൃത്യമായിട്ട് നിർണ്ണയിക്കപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ ധാരാളം ഒഴിവുകൾ പ്രതീക്ഷിക്കാവുന്ന ഒരു തസ്തികയാണ് ഈ അസിസ്റ്റന്റ് എഞ്ചിനീയർ സിവിൽ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇതിന്റെ പരീക്ഷയെ സംബന്ധിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ പരീക്ഷാ നിലവാരം ഉയർന്ന നിലവാരത്തിലുള്ള പരീക്ഷ ആയതുകൊണ്ട് തന്നെ കട്ട് ഓഫ് മാർക്കിൽ നല്ല വേരിയേഷൻ ഉണ്ടാവാനുള്ള സാധ്യത ഏറെയാണ് എന്ന് ഞാൻ നിങ്ങളോട് പറയുകയുണ്ടായി. അതുകൊണ്ട് തന്നെ ഏകദേശം ഒരു 55 മാർക്കൊക്കെ കട്ട് ഓഫ് മാർക്ക് വരാനുള്ള സാധ്യതയായിട്ട് കാണുന്നുള്ളൂ. കാരണം പല ഉദ്യോഗാർത്ഥികളും അവർക്ക് ലഭിച്ച മാർക്കുകളൊക്കെ പറഞ്ഞപ്പോൾ ഇങ്ങനെ ഒരു കട്ട് ഓഫ് മാർക്കിലേക്കാണ് എത്തിച്ചേരാൻ നമുക്ക് സാധിക്കുന്നത്. പല ഉദ്യോഗാർത്ഥികളും അവരുടെ മാർക്ക് വളരെയധികം പ്രയാസമുള്ള പരീക്ഷ ആയതുകൊണ്ട് തന്നെ ഒത്തിരി മാർക്ക് സ്കോർ ചെയ്യാൻ പലർക്കും സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് ഈ പരീക്ഷയുടെ ഒരു പ്രധാനപ്പെട്ട കാര്യമായിട്ട് നമുക്ക് കാണാൻ സാധിച്ചത്. അതുപോലെ തന്നെ ഈ പരീക്ഷയുടെ ഷോർട്ട് ലിസ്റ്റിനെ സംബന്ധിച്ച് ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ സാധാരണഗതിയിൽ മറ്റ് തടസ്സങ്ങളൊന്നും ഉണ്ടായില്ല എങ്കിൽ ഏകദേശം ഒരു 120 ദിവസങ്ങളിൽ തന്നെ ഷോർട്ട് ലിസ്റ്റ് വരാനുള്ള സാധ്യത ഏറെയാണ്. അതുകൊണ്ട് തന്നെ താമസിക്കാതെ തന്നെ തുടർ നടപടികളൊക്കെ ഉടൻ തന്നെ ആരംഭിക്കുകയും ഷോർട്ട് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കാനുള്ള നടപടികളൊക്കെ ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. അതുകൊണ്ട് തന്നെ ഏകദേശം തുടർ നടപടികളൊക്കെ തൊട്ടടുത്ത ദിവസം തന്നെ ആരംഭിക്കുകയും എല്ലാം ചെയ്യുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. മറ്റു തടസ്സങ്ങളൊന്നും ഉണ്ടായില്ലെങ്കിൽ 120 ദിവസങ്ങളിൽ ഷോർട്ട് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കും. അപ്പോൾ എല്ലാ കാര്യങ്ങളെ കുറിച്ചും നിങ്ങൾക്ക് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്തു. അസിസ്റ്റന്റ് എഞ്ചിനീയർ സിവിൽ തസ്തികയിലേക്കുള്ള പരീക്ഷ എഴുതിയ ഉദ്യോഗാർത്ഥികൾക്കെല്ലാം തന്നെ പരീക്ഷ എളുപ്പമായിരുന്നു ഉള്ള ഉദ്യോഗാർത്ഥികളും അതുപോലെ തന്നെ റാങ്ക് ലിസ്റ്റ് വരാൻ അത്യാവശ്യം നല്ല മാർക്ക് സ്കോർ ചെയ്ത ഉദ്യോഗാർത്ഥികളൊക്കെ തന്നെ എന്നെ വിളിക്കുകയുണ്ടായി. ഇനി നിങ്ങൾക്ക് ഓരോരുത്തർക്കും ലഭിച്ച മാർക്കുകളൊക്കെ തന്നെ നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഏകദേശ ഒരു ധാരണയിലാണ് ഞാൻ കട്ട് ഓഫ് മാർക്കിന്റെ കാര്യം ഞാൻ പറഞ്ഞത്. അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമാണ് ലിസ്റ്റ് വിപുലീകരിച്ച് തന്നെ ഷോർട്ട് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുന്നതിന് വേണ്ടിയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ഉദ്യോഗാർത്ഥികളുടെ ഭാഗത്തു നിന്ന് നടപ്പിലാക്കാവുന്നതാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നല്ല ആന്റിസിപ്പേറ്റഡ് വേക്കൻസി ആയതുകൊണ്ട് തന്നെ ഒഴിവുകൾ ഇനിയും വരാൻ സാധ്യതയുള്ളതുകൊണ്ട് തന്നെ ലിസ്റ്റ് വിപുലീകരിച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറേയധികം ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ നല്ല രീതിയിൽ നിയമനങ്ങളൊക്കെ നേടാൻ സാധിക്കുന്ന ഒരു തസ്തികയാണ്. അങ്ങനെയുമുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ഭാഗത്തു നിന്ന് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഒരിക്കൽ കൂടി എന്നോട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം.